ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ രാവിലെ തന്നെ വിഷയത്തിന് കുറച്ച് കുരുവാൾ കൂടിയിരിക്കണം പണ്ടാരങ്ങായിട്ട്. വലിയ മക്കളോട് എന്തൊക്കെ പരിപാടി, എന്താണ് ഇവിടെ കുത്തിരിക്കണം? എന്താ വെറുതെ ഇത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ പണ്ടത്തെ കുറച്ച് ഷർട്ടുകളാണ്. ഇമ്മ അവിടെ ഇന്നലെ എന്തായാലും കാട്ടീന് അലമാരെടുത്താണ് അതിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പം കൊറേ എന്താ കിട്ടി? അതിന്നൊക്കെ കൊറേ ഒഴിവാക്കി. നിങ്ങളെ പഴയ ഷർട്ടുകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. അല്ലെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ എത്രക്കും സാധനങ്ങളൊക്കെ വലിച്ചിട്ടിക്കണ്. അതായത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കണേണ്. എന്താ അമ്മ കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞമ്മ ബാക്കി എനിക്കത് പറ്റിയതായിന്ന്. അല്ല, ഇത് ഇവിടെ നമ്മളെടുത്ത് ആദ്യല്ലേ ഷർട്ട്. മറ്റൊരു വേറെ ഒരു കോഴിക്കോട് താമിന് താത്ത ഡ്രസ് വേണമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നല്ല അടിപൊളി ഷർട്ടുകൾ. അതിൽ പെട്ടെന്നാണിത്. നല്ല രസമുണ്ട്. എങ്ങനെ അതന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഷർട്ടില്ലേനോ? ഇതൊക്കെ പിന്നെ ആദ്യം ഇവിടെ ഉണ്ടായിന് കേട്ടോ. അതായത് പണ്ടത്തെ ഞങ്ങളത് നനക്കണോട്ട് കൊറേ കീറിയെ കൊണ്ടുപോയിട്ട് അപ്പൊ ആ പണിക്കാരടാ ആ കീറിയ നിങ്ങക്ക് പണിക്കിടായിന് കേട്ടോ. അത് പറ്റും. അപ്പൊ പണി ഇതാക്കണല്ലോ ഇതില്. സുരേഷോ രമേശില്ലേ? ഏത് രമേശ്? ഞാൻ വെറുതെ പറഞ്ഞ പേരൊക്കെ വലിപ്പല്ലേ? അതൊന്ന് ഇട്ടോയിക്ക നോക്ക്, സൈസ് ഓക്കെ നോക്ക്. ഇതോ അത് ഇട്ടോക്കുന്നാലേ അതെന്റെ യൂണിഫോം അല്ലേ? ആ ഇജ് എന്റെ കോപ്പറേറ്റ് ചെയ്ത ഇതാണിത്. വൈറ്റ് ഒന്നല്ല. പിന്നെ 10ാം ക്ലാസ്സിൽ എവിടെ വൈറ്റ്? യൂണിഫോം ഒന്നല്ല. പിന്നെ എന്താണ്? യൂണിഫോം അല്ല അമ്മ, യൂണിഫോം ഒന്നല്ല. യൂണിഫോം ഇത് ഞാൻ അടുത്തുനിന്നോ കാറ്ററിങ്ങിന് പോകാൻ വേണ്ടി വാങ്ങിയാണെന്ന്. ഇത് പാരമ്പര്യം കൈമാറി വന്ന സാധനം. ഈ ഒരു ഷർട്ടിന് മോനെ ഒടുക്കമത്തെ ഇതാണ്. ഇത് എത്ര ക്ലാസ്? 4ാം ക്ലാസ് 5ാം ക്ലാസ് എന്താ? ഞാൻ എന്റെ തടി നോക്കി നോക്കട്ടെ. ഷെഫീഖിന് ഇടാൻ കൊടുക്കാല്ലേ? അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടു. ഈ വൈറ്റ് ഷർട്ട് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതായത് യൂണിഫോമാണ് സംഭവം. ഞാൻ പണ്ട് ചെക്കന്മാരത്തുനിന്ന് അടുത്തുനിന്നോ വാങ്ങിയതാ കാറ്ററിങ്ങിന് പോകാൻ വേണ്ടിട്ട് ഇടാന്. പിന്നെ ഇതുവരെയായിട്ട് തിരിച്ചു കൊടുത്തില്ല. ഓരോ ചോദിച്ചിട്ടില്ല. ആ എനിക്കറിയില്ല, ഞാൻ മറന്നതിന്റെ കാര്യം. കുറച്ച് അത്യാവശ്യം ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-8 ഡ്രസ്സുകളുണ്ട്. അതായത് പണ്ടത്തെ എനിക്ക് കൊള്ളില്ല, ടൈറ്റാണ്. ഞാൻ വളർന്നിട്ട് ഇട്ട് കാട്ടിത്തരാം. അപ്പം ഉമ്മ പറഞ്ഞത് പെരപ്പണി നടക്കുന്നിടത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഓല് പെരപ്പണി നടക്കുമ്പോൾ ഓൾക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് കീറി പറഞ്ഞ കിട്ടാണ് എൻ്റെ വരുന്നത്. അപ്പം പണി എടുക്കുമ്പോ ഇടാനല്ലേ അല്ലേ? എടാ മോനെ സെറ്റ് ലുക്ക് ഇതിട്ടാണോ? സത്യം നല്ല രസമുണ്ട്. എടാ നല്ല രസണ്ടാ. പണ്ടത്തെ ഒരു ഫാഷനാട്ടോ. ഷർട്ട് വാങ്ങും എന്നിട്ടാണ് മൂട്ടും ടൈറ്റാക്കും. എങ്ങനെ? ഈ ഷർട്ടിന് വേണ്ടിട്ടോ? എന്തിന് ഇതോ? അതായത് പണ്ടത്തെ ഫാഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ഷർട്ട് വാങ്ങും എന്നിട്ടാണ് മൂട്ടും ടൈറ്റ് ആക്കിയാണ് വെക്കും. പള്ളി ശ്വാസം മുട്ടണതൊക്കെ ഇട്ട് എങ്ങനെ നടന്നീനു അന്നും ഈ ടൈറ്റ് തന്നെയാണ്. അങ്ങനെയല്ല, പണ്ട് ഈ ഫാഷൻ തന്നെയാണ്. പണ്ടത്തെ പാന്റ് വല്ല ഉണ്ടുമ്മ? പണ്ടത്തെ അതിന്റെ ഉള്ളിലുണ്ടാവും. പാന്റ് ഉണ്ടോ? മോനെ സെറ്റ്. കമന്റ് കേട്ടോ. ചെക്കൻ ചുള്ളനായിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് നോട്ടെ. ഇങ്ങോട്ട് ആ ഫാന്റ് കൂടി മാറ്റി. ഇതിന്റെ നല്ല ഫാന്റാണ്, അടുത്ത് മാറ്റിക്കാം. ഇതിന്റെ പുതിയ ഫാന്റാണത്. ഫാന്റാന്നല്ല ഞാൻ പുതിയ വാങ്ങിയ ഫാന്റാണത്. ഫാന്റ് ടൈറ്റ് ചെയ്തോട്. നമ്മളൊന്ന് 2016 പോയി നോക്കാണ്. 16-15 അല്ലേ? അല്ലേ മാമ? അമ്മ ഉണ്ടോ? ഇത് ബാംഗ്ലൂരിൽ നിന്ന് നടന്ന സാധന. ഇത് സെറ്റാണേ. ഇത് 2022 എത്തി. അത്ര ഇറക്കൊക്കെ മതി. ഞാൻ ഫാന്റ് ഒരിക്കാം. കോഴി ട്രൗസർ ഒറിജിനൽ അല്ലേ? കോഴി ട്രൗസർ അതെ അതെ വാങ്ങി വന്ന പുതിയതാണ്. ഗൈസ് കൈ ചെറുതായിട്ട് വേനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സാധനം പിന്നെയും കിട്ടിയത്. മോനെ
എങ്ങനെ നൈസറി ചേർക്കാൻ കൊണ്ടുപോവാ 2018 ഞാൻ എങ്ങനെ ചുറ്റ് നടന്നു ബാംഗ്ലൂരിലേക്ക് ഞാൻ ഇങ്ങനെ നടന്നത് കണ്ണാപ്പി അന്ന് ഇതേക്കും മോഡല് എങ്ങനെയുണ്ട് ഇപ്പൊ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു എന്തുപോലെ ഇമ്മയുടെ ആലോചിക്കും ഞാൻ ഈ ഫാൻഡില്ലേ ഈ ഫാൻഡ് ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലം മുമ്പ് ഞാൻ നടന്നിട്ടുള്ളത് പെണ്ണുങ്ങളെ ഫാൻഡില്ല സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ ഫാൻഡ് തന്നെയാണ് എന്റെ ഇതിത്തെ കോപ്പറേറ്റീവ് യൂണിഫോം അടച്ചോണ ഈ യൂണിഫോം ഇട്ടോ ഇത് ഞാൻ +2 പഠിച്ച പോലെ കഴിഞ്ഞ മൂട്ടീനില്ലേ എന്നിട്ട് മൂട്ടി ടൈറ്റ് ആക്കി എടുക്കും എന്നിട്ട് ജിമ്മിന് പോയതാന്ന് പറയും ഒലക്കാണ് ടൈറ്റ് ആക്കി വെക്കും അല്ല ഇത് വലിയ ഇതൊന്നുമില്ലല്ലേ ഇതൊക്കെ അല്ലേ സെറ്റാണ് അത് പളപ്പളും എനിക്ക് ഇട്ടെടുക്കാലോ എത്തത് ഗൈസ് എങ്ങനെയുണ്ട് നമ്മള് ജസ്റ്റ് ഒന്ന് 2018 വരെ ഒന്ന് പോയി പോന്നിട്ടില്ല ഇപ്പൊ 2018 അമ്മമാന്റെ ഒക്കെ നോട്ടം കണ്ടാ അറിയാം എങ്ങനെയുണ്ട് നിങ്ങൾ എല്ലാരും പറയാ വിട്ടിക്കുന്ന ആ കാൽമത്ത കേറ്റലോക്ക് 2016 പാൻറ്റൊക്കെ ഇടാനും എന്താ കാട്ടിനാ പ്ലാസ്റ്റിക് കാലുമ്പടുക ഏതാ കോലല്ലേ പണ്ട് ഇതാണ് പണ്ടത്തെ കോലം ഇപ്പൊ നിങ്ങള് വലിയ കുട്ടികളായിട്ടല്ലേ അല്ലേ ചെറുതായ ഇത് തന്നെയല്ലേ അന്നത്തെ ഫോട്ടോസ് ഒക്കെ പടച്ച റബ്ബേ ഈ പാൻറ്റൊക്കെ നോക്കി നിങ്ങള് ഇതാണ് അവസ്ഥ ഇങ്ങനെ കേറ്റിടും ഇനിയിപ്പോ താത്തിടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കീറാം വടി വായിക്കില്ല പാൻറ് അങ്ങാടി പോയ എന്തേക്കാരല്ലേ ഇതിട്ട് സാധനം വാങ്ങാൻ പോയിക്കാ ബൈക്കിനാണെന്നുണ്ടെ പോയി തരാം എന്താ ബൈക്കുമെന്ന് ഇറങ്ങൂലേ അല്ലെങ്കിൽ രാത്രി പോവാ രാത്രിയല്ല പിന്നെ ഇപ്പൊ ഈ നാട്ടിൽ ഇറങ്ങോ ഇജ് എന്താ എന്തെങ്കിലും ഒരു മുട്ടായിയോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തരുമോ ബെറ്റിയൊക്കെടാ ബെറ്റിയൊക്കെ ഇറങ്ങി നമ്മളെടുത്താണ് ചാത്തോണ്ട് അങ്ങാടി പോയിട്ട് സാധനം വാങ്ങി തരും ഞാൻ ബൈക്കുമ്പോ തന്നെ ഉണ്ടാവും ബൈക്കുമ്പോ തന്നെ അല്ല ചാത്തോണ്ട് അങ്ങാടിയിൽ വണ്ടി എടുത്തേനെ നമ്മളെ നടന്ന് സാധനം വാങ്ങി തരും എനിക്കുള്ളൂ നിന്റെ പാൻറ് അതിൽ എത്തുള്ളൂ വെൽക്കം ബാക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ 2018 ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടാ മതി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഞാൻ തീർന്നോ വേണ്ട അല്ല ഇതെന്തറിയോ ഇതൊന്നൊരു സെറ്റാണ് ഈ ലോക്കലി ആട്ടോണ്ട് വേണ്ട നോക്കേ മോനുട്ടനെ അതൊന്നും കൂടി നല്ല ടൈറ്റാ ഇതല്ലേ നല്ല രസമല്ലേ അപ്പൊ നല്ല രസം സത്യം ഗൈസ് നമുക്ക് ഇതെടുത്തിട്ട് ഒന്ന് സാധനം വാങ്ങാൻ പോയി നോക്കാം എനിക്ക് മുടിയുടെ ജാലകം തിറന്നിടാ അയ്യോ സെറ്റ് എന്റെ അയ്യോ വേഗം ബാ ഗൈസ് ഇവനിക്ക് നമ്മൾ പെണ്ണ് നോക്കുന്നുണ്ട് ഒന്നുമില്ല ഇല്ല എന്തോ പ്രശ്നം വേഗം ബാ മതി വേഗം ബാ 2014 തൊരപ്പന്റെ ഇത് എന്റെ ആണ് ചെറിയപ്പൂന്റെ അടുത്തുനിന്ന് സ്റ്റോപ്പറിന് കിട്ടി സ്റ്റോപ്പറിന് പിന്നെ എനിക്ക് കിട്ടി മുടിയൊക്കെ ഏതെങ്കൂളെ കോഴി വാങ്ങിട്ട് വാ കോഴി വാങ്ങിട്ട് വാ ലുക്ക് എങ്ങനെ കമന്റ് ചെയ്യണേ എന്താ എന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറിക്കണേ കോഴി എത്രയാണ് എത്ര രൂപയ്ക്കാണ് കോഴിയാക്ക അവര് 200 കോഴിട്ട് ഓനക്ക് ഒന്നുകൂടി നല്ല ലുക്കാണ് വേറെ ഒന്നുണ്ടല്ലോ അങ്ങാടിയിലെ ആൾക്കാർ കുറവാട്ടൊന്ന് MLA ഒക്കെ വന്നേ നമ്മളെ കാണാനാ
പാർട്ടി പരിപാടി ഉണ്ടായിക്കൊണ്ടേ MLA ഒക്കെ വന്നു. അനക്കെന്താ പറയാ ഞങ്ങൾ ഔട്ട്ഫിറ്റ് കണ്ടിട്ട്? എന്തൊരു ഒരു മാറ്റം എനിക്ക് തോന്നുന്നില്ല. ഇല്ല ചെറിയ അപ്പൂന്റെ ഷർട്ട് അതോ പാന്റ്. ഈ പാന്റ് നല്ല ഇതോ ബാംഗ്ലൂർ നടന്ന വേണ്ട ഉണ്ടോ? നമ്മളെ അങ്ങാടിയിൽ വലിയ കുലുക്കൊന്നുമില്ല, അതുകൊണ്ട് നമ്മള് വേറെ അങ്ങാടിക്ക് ചെലപ്പോ നമ്മളിനി സൂപ്പർ മാർക്കറ്റിക്ക് ഇത് വാങ്ങാൻ പോവാ, പഞ്ചസാര. അത് പോയി വാങ്ങിക്കൊണ്ടോ. അതോ എന്താ കോലതും. അങ്ങനെ നമ്മള് പഞ്ചസാര വാങ്ങി നമ്മള് പൊറോട്ട വാങ്ങാൻ പോവാ. അങ്ങനെ നമ്മള് പൊറോട്ട അങ്ങനെ ഇറങ്ങിയിരിക്കണം. ഹോയ് ഒന്നും വായിക്കില്ല, ആൾക്കാർ കൂടുന്നുട്ടോ ബേക്കില്. ഞങ്ങൾ പൊറാട്ട ഇതൊക്കെ വാങ്ങി നേരെ പെരി പോട്ടെ. വലിയ റിയാക്ഷൻ ഒന്നും കിട്ടില്ല, ഇനി മീനങ്ങാടി പോണം വലിയ റിയാക്ഷൻ കിട്ടാൻ. അങ്ങനെ ഞങ്ങൾ പെരിയിലെത്തി സാധനം വാങ്ങിക്കൊണ്ടിട്ട് നമ്മള് ആരും ശ്രദ്ധിക്കില്ല, ഏതാ ഈ ഊളാളെന്ന് നോക്കിട്ട് പോലും വിട്ടു. അതെ വല്യമ്മക്ക് എങ്ങനെ പുറത്ത് ആരും കണ്ടില്ലേ? കണ്ണു നാലാൾക്കാരുണ്ട്. ആരും മൈൻഡ് വെച്ചിട്ട് സാധാരണ കണ്ട ഫുള്ള് തന്താളാണ്. ഓൽക്ക് പണ്ടത്തെ ലുക്ക് തന്നെ പോലും. പിന്നുള്ളത് അമ്മമാക്ക് എപ്പ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലും പൊറാട്ട വേണം. പൊറാട്ട ഇല്ലാത്ത പണിയൊന്നുമില്ല അല്ലേ അമ്മ? അത് അതൊരു ചായന്റെ കടിയാണ് അല്ലേ? ഒരു കൊയന്റെ ഉള്ളിൽ കയറിക്കണ വായിക്കണ്ട്. അപ്പൊ ഞാനോ ഇതൊക്കെയാ. അപ്പോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമലൈക്കും. അതെ.